സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എൻഎസ്റ്റ് അക്കാഡമി. ഇന്നത്തെ സെഷനിൽ നമ്മൾ കേരള വാട്ടർ അതോറിറ്റി ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 5 ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് മൊഡ്യൂൾ 5-നകത്ത് പ്രധാനമായിട്ടും നമുക്ക് നമ്മളുടെ ഫാസ്റ്റനേഴ്സും അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകളാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ടോപ്പിക്ക് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം ശ്രദ്ധിക്കാം. ടു അച്ചീവ് മാക്സിമം സ്ട്രെങ്ത് a threaded fastener should screw into its mating part a minimum distance equal to dash the diameter of the thread 1.5. ഓക്കെ, അപ്പോൾ അത് 1.5 തന്നെയാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ചോദ്യം എന്താണ്? അതായത് നമ്മൾ ജസ്റ്റ് സ്ക്രൂ ചെയ്യുന്ന സമയത്ത് രണ്ട് പാർട്ടുകൾ ജോയിൻ ചെയ്യാനായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പ്രോപ്പറായിട്ട് ആ ഒരു സ്ട്രെങ്ത് നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡിന്റെ 1 ടൈംസ് എങ്കിലും എന്താണ് ഒരു ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഉള്ളിലേക്ക് കയറ്റേണ്ടതായിട്ടുണ്ട്, അല്ലെ, സ്ക്രൂ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത്. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അത്തരത്തിൽ മാക്സിമം സ്ട്രെങ്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഫാസ്റ്റനേഴ്സിന്റെ തുടക്കത്തിൽ തന്നെ അവർ അതാണ് പറയുന്നത്, അല്ലെ. ഇത്തരത്തിൽ ഫാസ്റ്റനേഴ്സ് ദാറ്റ് ഫോൾ ഇൻ കാറ്റഗറി യൂട്ടിലൈസ് വെഡ്ജിങ് ആക്ഷൻ ഓഫ് സ്ക്രൂ. ഇത്തരത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ത് ആക്ഷനാണ്? വെഡ്ജിങ് ആക്ഷൻ ആണ്. ആ സ്ക്രൂവിന്റെ ഒരു സ്ക്രൂ നമുക്കറിയാം അത്തരത്തിൽ വെഡ്ജ് ആയിട്ടായിരിക്കും. അത്തരത്തിൽ നമുക്ക് എന്താണ് ഇത്തരത്തിൽ ചെറിയൊരു ടേപ്പേർഡ് ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലെ. ആ ഒരു വെഡ്ജിങ് ആക്ഷൻ ഓഫ് സ്ക്രൂ ത്രെഡ് ഫോർ ക്ലാമ്പിംഗ് പ്രഷർ. ഇത്തരത്തിൽ ആ ഒരു ക്ലാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രഷർ നമ്മൾ ഇത്തരത്തിൽ വെഡ്ജിങ് ആക്ഷൻ, ആ ഒരു ടേം ഓർത്തിരിക്കാം, വെഡ്ജിങ് ആക്ഷൻ ആണ്, അല്ലെ. ടു അച്ചീവ് മാക്സിമം സ്ട്രെങ്ത് a threaded fastener should screw into its mating part a distance equal to 1.5 times, അല്ലെ, മിനിമം ഒരു 1.5 times the diameter of thread. ഇത്തരത്തിൽ ആ ഒരു 1.5 times the diameter of thread എങ്കിലും നമ്മൾ എന്താ മിനിമം നമ്മൾ ഉള്ളിലേക്ക് ആ ഒരു ത്രെഡ് അല്ലെങ്കിൽ ആ ഒരു പിടുത്തം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ടുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സോ 1 times the ത്രെഡ് ഡയമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഉത്തരം പറയാൻ ശ്രമിക്കുക. ഓക്കെ, സോ മറ്റൊരു ക്വസ്റ്റിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. മെഷീൻ ബോൾട്ട്സ് ആർ മാനുഫാക്ചർഡ് വിത്ത് ഡാഷ് ഹെഡ്. മെഷീൻ ബോൾട്ട്സ് ആർ മാനുഫാക്ചർഡ് വിത്ത് ഡാഷ് ഹെഡ്. ഓപ്ഷൻ എ കൊടുത്ത് സ്ക്വയർ ഹെഡ്, ഓപ്ഷൻ ബി ഹെക്സഗണൽ ഹെഡ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി ക്യാപ്പ് ഹെഡ്. മെഷീൻ ബോൾട്ട് ആർ മാനുഫാക്ചർഡ് വിത്ത് ബോത്ത് സ്ക്വയർ ആൻഡ് ഹെക്സഗണൽ ഹെഡ്. അപ്പൊ ഇത്തരത്തിൽ മെഷീൻ ബോൾട്ടുകൾ സാധാരണഗതിയിൽ സ്ക്വയർ ഹെഡുകളും അതുപോലെ തന്നെ ഹെക്സഗണൽ ഹെഡായിട്ടും നമുക്ക് അവൈലബിൾ ആണ്. സോ ഉത്തരം വരിക എത്രയാണ്? ബോത്ത് എ ആൻഡ് ബി ആണ് കേട്ടോ, ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ഇതും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇത്തരം മെഷീൻ ബോൾട്ടുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത്തരത്തിൽ സ്ക്വയർ അല്ലെങ്കിൽ ഹെക്സഗണൽ ഹെഡിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഇതിൽ കുറച്ചുകൂടെ ക്ലോസ് ടോളറൻസിൽ നമ്മൾ ഇത്തരത്തിൽ റിക്വയർഡ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്ന സമയത്ത്, അതായത് ദേ ആർ യൂസ്ഡ് ക്ലോസ് ടോളറൻസ് അസംബ്ലി ഈസ് നോട്ട് റിക്വയർഡ്. ഇത്തരത്തിൽ വളരെ ക്ലോസ് ടോളറൻസ് നമുക്ക് വേണ്ടാത്തൊരു സിറ്റുവേഷനിലാണ് സാധാരണ ഇത്തരത്തിലുള്ള മെഷീൻ ബോൾട്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അവൈലബിൾ ഡയമീറ്റർ 6 mm to 75 mm ആൻഡ് ഇൻ ലെങ്ത് 12 to 300 mm. ഈ രണ്ട് ഇത് കൊടുത്തിരിക്കുക. മെഷീൻ ബോൾട്ടിന്റെ ആ ഒരു ലെങ്ത് റേഞ്ച് 6 മുതൽ 75 mm ആണ്. അതുപോലെ തന്നെ ഡയമീറ്റർ 6 മുതൽ 75 mm ആണ്. അതുപോലെ തന്നെ ലെങ്ത് 12 to 300 ആണ്. 12 to 300 ആണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ഇതിന്റെ ലെങ്ത് 6 mm to 6 mm ആണ് എന്റെ സ്റ്റാർട്ടിംഗ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻറ്റു 12 mm ആണ്. സോ 75 ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു എന്താണ് 4 ചെയ്താൽ മതി, അല്ലെ. അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഒരു റേഞ്ച് ജസ്റ്റ് ആ രീതിയിലെങ്കിലും ഒന്ന് ഓർത്തിരിക്കാം. ടൈറ്റനിങ് ദ നെറ്റ് അപ്പൊ അത്തരത്തിലുള്ള ഒരു മെഷീൻ ബോൾട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അത്തരത്തിൽ സ്ക്വയർ ഹെഡഡ് ആയിട്ടുള്ളതും ഹെക്സഗണൽ ഹെഡഡ് ആയിട്ടുള്ളതും അവൈലബിൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ഇവിടെ ഈ ചിത്രത്തിൽ നിന്ന് കിട്ടും. ദാറ്റ് ഈസ് 2D+6 എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടും. ദാറ്റ് ഈസ് എത്രത്തോളം ലെങ്തിൽ ആ ഒരു ത്രെഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ചിത്രത്തിൽ അതും കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കി വെക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ക്യാപ് സ്ക്രൂസ് ആർ അവൈലബിൾ ഇൻ ഡയമീറ്റർ ഫ്രം. ക്യാപ് സ്ക്രൂസ് ആർ അവൈലബിൾ ഇൻ ഡയമീറ്റർ ഫ്രം 6 mm to 15 mm, 6 mm to 30 mm, 6 mm to 50 mm, 6 mm to 100 mm. സി യെസ്. അപ്പൊ നോക്കി 6 mm മുതൽ 50 mm വരെ, 6 mm മുതൽ 50 mm വരെയാണ് നമ്മളുടെ ആ ഒരു എന്ത് വരുന്നുണ്ടാവുക, ക്യാപ് സ്ക്രൂവിന്റെ ഡയമീറ്റർ വരുന്നുണ്ടാവുക കേട്ടോ, ക്യാപ് സ്ക്രൂവിന്റെ ഡയമീറ്റർ. അപ്പൊ ഇത്തരത്തിലുള്ള ഹെഡോട് കൂടിയിട്ടുള്ള സ്ക്രൂവിനെ വിളിക്കുന്ന പേരാണ് ക്യാപ് സ്ക്രൂ എന്ന് പറയുന്നത്, അല്ലെ. ക്യാപ് സ്ക്രൂ എന്ന് പറയുന്നുണ്ടാവുക. സോ ക്യാപ് സ്ക്രൂസ് ആർ അവൈലബിൾ ഇൻ ഡയമീറ്റർ 6 mm to 50 mm, അല്ലെ. നമ്മൾ തൊട്ട് മുന്നേ കണ്ട മെഷീൻ ആ ഒരു ബോൾട്ടിന്റെ ഡയമെൻഷൻസ് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ ക്യാപ് സ്ക്രൂവിന്റെ ആ ഒരു ഡയമീറ്റർ അവൈലബിൾ എത്രയാണ്? 6 mm to 50 mm ആണ്. ലെങ്ത് 10 to 200 mm ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ,
ഇവിടെ നട്ടിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഇവിടെ ഓൾറെഡി എന്താണ് ത്രെഡഡ് ആണ്. നമുക്ക് എന്താണ് നമുക്ക് ഇൻഡിവിജ്വലി നമുക്കത് സ്ക്രൂ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വെഡ്ജിങ് ആക്ഷന്റെ സഹായത്തോടുകൂടി നമുക്ക് ടൈറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് ടൈപ്പ് ഓഫ് സ്ക്രൂസ് ആർ യൂസ്ഡ് എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രിവെന്റ് പുള്ളീസ് ഫ്രം സ്ലിപ്പിംഗ്. അല്ലെ, പുള്ളി നമ്മൾ ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ട് പുള്ളി നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന പുള്ളി. അപ്പൊ പുള്ളിയുടെ മുകളിൽ എന്തുണ്ടാവും? ബെൽറ്റ്. നമുക്കറിയാം സാധാരണ ബെൽറ്റ് ഡ്രൈവിൽ പുള്ളിയുടെ മുകളിൽ ബെൽറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ആ ഒരു പുള്ളി സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി, ഷാഫ്റ്റിൽ നിന്നും സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോളാസ് ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള അസംബ്ലികളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രൂ ഏതാണ്? അത്തരത്തിലുള്ള, അപ്പൊ ഒന്നുമില്ല, ഇവിടെ റിലേറ്റീവ് മോഷൻ നമുക്ക് എന്താണ്, നമുക്കത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? സോ ഓപ്ഷൻ എ കാസിൽ സ്ക്രൂ, ഓപ്ഷൻ ഡി വിങ് സ്ക്രൂ, ഓപ്ഷൻ സി ക്യാപ് സ്ക്രൂ, ഓപ്ഷൻ ഡി സെറ്റ് സ്ക്രൂ. ഏതായിരിക്കും ഉത്തരം? ഓപ്ഷൻ ഡി സെറ്റ് സ്ക്രൂ തന്നെയാണ്. സെറ്റ് സ്ക്രൂ തന്നെയാണ്. സോ അത് ഓർത്തിരിക്കാം. സെറ്റ് സ്ക്രൂ എന്ന് പറയുന്ന സ്ക്രൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത്തരത്തിൽ റിലേറ്റീവ് മോഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. സെറ്റ് സ്ക്രൂസ് ആർ യൂസ്ഡ് ടു പ്രിവെന്റ് പുള്ളീസ് ഫ്രം സ്ലിപ്പിംഗ് ഓൺ ഷാഫ്റ്റ്. അതായത് നമ്മളുടെ ഷാഫ്റ്റ്, അതിന് മുകളിൽ നമ്മൾ പുള്ളി ഇൻസേർട്ട് ചെയ്തു അല്ലെ, പുള്ളി ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള പുള്ളി എന്താണ്, പുള്ളി അത് എന്താണ് റിലേറ്റീവ് മോഷൻ, പുള്ളിയും ഷാഫ്റ്റും തമ്മിൽ റിലേറ്റീവ് മോഷനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ, കൃത്യമായിട്ട് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പുള്ളിയും റൊട്ടേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്ന വീട് ഓർത്തിരുന്നാൽ മതി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പ്രിവെന്റ് പുള്ളീസ് ഫ്രം സ്ലിപ്പിംഗ് ഓൺ ഷാഫ്റ്റ്, കൃത്യമായിട്ട് പൊസിഷനിങ്, അതുപോലെ തന്നെ ഹോൾഡിംഗ് കോളേഴ്സ് ഇൻ പ്ലേസ് ഓൺ ദ ഷാഫ്റ്റ്, ഹോൾഡിംഗ് ഷാഫ്റ്റ് ഇൻ പ്ലേസ് ഇൻ അസംബ്ലി, കൃത്യമായിട്ട് ഷാഫ്റ്റിനെ അസംബ്ലി ചെയ്യുന്ന സമയത്ത് ഷാഫ്റ്റിനെ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യുക. അത്തരത്തിലുള്ള ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള ഒരു സ്ക്രൂ ആണ് സെറ്റ് സ്ക്രൂ എന്ന് പറയുന്നത്. അതിന് ഹെഡ്ലെസ് ആയിട്ടുള്ള ഒരു സ്ക്രൂ ആണ് സെറ്റ് സ്ക്രൂ എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ, അത് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള എ ബി കൊടുത്തിരിക്കുന്നതൊക്കെ അതിന്റെ ആ ഒരു സെറ്റ് സ്ക്രൂ ആണ് എന്നുള്ളത് ഓർത്താൽ മതി. ഹെഡ്ലെസ് സെറ്റ് സ്ക്രൂ ഹാവ് എയ്തർ എ സ്ലോട്ടഡ് ഓർ സോക്കറ്റ് ഹെഡ്. ഇത്തരത്തിൽ ഒന്നെങ്കിൽ സ്ലോട്ട് ചെയ്തിട്ടുള്ള, ഇത്തരത്തിൽ വേണമെങ്കിൽ സ്ലോട്ട് ചെയ്തിട്ടുള്ളതോ, അല്ലെങ്കിൽ സോക്കറ്റ് ഹെഡറോട് കൂടിയിട്ടുള്ള, അല്ലെ അലങ്കീസ് യൂസ് ചെയ്യുന്ന രീതിയിൽ സോക്കറ്റ് ഹെഡറോട് കൂടിയിട്ടായിട്ടുള്ള രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ ഫൈൻ, അത് ഇത്തരത്തിൽ വന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതിയാകും. ഫൈൻ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ടൈപ്പ് എൽ സ്ക്രൂസ് ആർ വൈഡ്ലി യൂസ്ഡ് വിത്ത് ഡാഷ്. ടൈപ്പ് എൽ സ്ക്രൂസ് ആർ വൈഡ്ലി യൂസ്ഡ് വിത്ത് ഡാഷ്. കാസ്റ്റിംഗ്, പ്ലാസ്റ്റിക്സ്, ഫോജിങ്സ് ആൻഡ് സെറ്റ് സ്ക്രൂസ്. മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മളുടെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എടുത്ത് പറയുന്നുണ്ട്, പ്ലാസ്റ്റിക്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ടൈപ്പ് എൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടാണ്. സോ ടൈപ്പ് എൽ ആർ വൈഡ്ലി യൂസ്ഡ് വിത്ത് പ്ലാസ്റ്റിക്സ് എന്ന് അവർ എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ചോദ്യകർത്താവിന് അത് കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ ടൈപ്പ് എൽ എന്ന് പറയുന്നത് വൈഡ്ലി യൂസ്ഡ് ഫോർ പ്ലാസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൈപ്പ് എൽ സ്ക്രൂസ് ഒക്കെ പ്ലാസ്റ്റിക്സിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, നെറ്റ് ഹാവ് മിൽഡ് സ്ലോട്ട്സ്. അല്ലെ, ഇത്തരത്തിൽ മില്ലിങ്ങിലൂടെ നമ്മൾ സ്ലോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ? നട്ടില്. അക്രോസ് ദ ഫ്ലാറ്റ്, ഈ പറഞ്ഞത് ഫ്ലാറ്റ്സിന് അക്രോസ് ആയിട്ടാണ്, ഫ്ലാറ്റ് സർഫസ് ഉണ്ടാവും. ഫ്ലാറ്റ് സർഫസിനെ can be locked with quarter pin, split pin or safety wires that is inserted through the slot to prevent the nut from turning loose. അതായത് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഹെക്സഗണൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള നട്ട്, അതിന്റെ ഹെക്സഗണൽ ഷേപ്പിലൂടെ ഇത്തരത്തിലുള്ള ഒരു മില്ലിങ്ങിന്റെ ഫലമായിട്ട് സ്ലോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ലോട്ടിലൂടെ നമുക്ക് ക്വാർട്ടർ പിന്ന്, സ്പ്ലിറ്റ് പിന്ന്, സേഫ്റ്റി വയേഴ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അതിനെ അറസ്റ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പ്രിവെന്റ്, അത് അത്തരത്തിലുള്ള ലൂസ് ആവുന്നത് ഒഴിവാക്കാം എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള നട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സ്ലോട്ട് നട്ട് കൊടുത്തിട്ടുണ്ട്, കാസിൽ നട്ട് കൊടുത്തിട്ടുണ്ട്, കാസിൽ ആൻഡ് സ്ലോട്ടഡ് നട്ട് കൊടുത്തിട്ടുണ്ട്, നൺ ഓഫ് ദി അബവ് കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും വരാൻ സാധ്യത കൂടുതൽ? കാസിൽ ആൻഡ് സ്ലോട്ടഡ് നട്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉള്ളത്, ഇവിടെ നോക്കി, ദാറ്റ് ഈസ് ഹെക്സഗണൽ ഷേപ്ഡ് ത്രൂ ഔട്ട് എന്ന് പറയുന്നുണ്ട്. ഹെക്സഗണൽ ഷേപ്ഡ് ത്രൂ ഔട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ ഹിത്ത് ഇങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഹെക്സഗണൽ ഷേപ്പ് ത്രൂ ഔട്ട് എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ മില്ലിങ്ങിന്റെ ഫലമായിട്ട് സ്ലോട്ടുകൾ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കാസിൽ നെറ്റിലും സ്ലോട്ടഡ് നെറ്റിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ഉത്തരമായിട്ട് വരിക എന്ന് വെച്ചാൽ ഏതായിരിക്കും? സ്ലോട്ടഡ് നെറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. സ്ലോട്ടഡ് നെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഫ്ലാറ്റ് സർഫസിൽ മാത്രമാണ് നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ ആ ഒരു ഗ്രൂവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു സ്ലോട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് സ്ലോട്ടഡ് നട്ട്. അതല്ല, ആ ഒരു സ്ലോട്ടഡ് നട്ടിന് മുകളിലായിട്ട് നമ്മൾ ആ ഒരു കാസിൽ നട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ഹെക്സഗണൽ നട്ടിന് മുകളിലായിട്ട് ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള സർഫസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഒരു റൈസ്ഡ് പോർഷൻ ഉണ്ട്, ഒരു
റേസ്ഡ് പോർഷൻ ഉണ്ട് കേട്ടോ. ആ റേസ്ഡ് പോർഷനിലാണ് നമ്മൾ സ്ലോട്ടുകൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കാസിൽ നെട്ട്. അതിനെ കാസിൽ നെട്ട് എന്ന് വിളിക്കുന്നു. എന്നാൽ നമ്മളുടെ ആ ഒരു ഹെക്സഗണൽ ഷേപ്പിലുള്ള ആ ഒരു നട്ടിൽ തന്നെ ഒരു സ്ലോട്ട് കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കൃത്യമായിട്ട് പിന്നൊക്കെ ഇൻസേർട്ട് ചെയ്യാനും നമുക്ക് കൃത്യമായിട്ട് ലൂസൺ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ലോട്ടഡ് നട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹെക്സഗണൽ ഷേപ്ഡ് ത്രൂ ഔട്ട്. ഹെക്സഗണൽ ഷേപ്പിലാണ് ത്രൂ ഔട്ടായിട്ട് ആ ഒരു സ്ലോട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സ്ലോട്ടഡ് നട്ടാണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ അത് ശ്രദ്ധിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂസിംഗ് ആണ്, ക്ലിയർ ആയി. അപ്പോൾ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ സിംബൽ ഫോർ ദ പ്രോപ്പർട്ടി ക്ലാസ് ഓഫ് ബോൾട്ട്. ഇത്തരത്തിൽ നമുക്ക് ആ ഒരു ബോൾട്ട് സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർട്ടി ക്ലാസ് പറയാറുണ്ട്. സിംബൽ ഫോർ പ്രോപ്പർട്ടി ക്ലാസ് ഓഫ് ബോൾട്ട്, സ്ക്രൂസ് ആൻഡ് സ്റ്റഡ്സ്. ഇപ്പം ബോൾട്ട് ആയിക്കോട്ടെ, സ്ക്രൂസ് ആയിക്കോട്ടെ, സ്റ്റഡ്സ് ആയിക്കോട്ടെ, കൺസിസ്റ്റ് ഓഫ് 2 numbers സെപ്പറേറ്റഡ് ബൈ പോയിന്റ്. അല്ലെ, 2 നമ്പർ ഒരു പോയിന്റ് വഴി എന്താണ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് നമ്പർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്സ് ഡോട്ട് വൈ എന്നിരിക്കട്ടെ. അപ്പോൾ ഈ പറയുന്ന എക്സ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ദ ഫസ്റ്റ് നമ്പർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ്. ഓപ്ഷൻ എ yield stress, ഓപ്ഷൻ ബി നോമിനൽ ടെൻസൈൽ സ്ട്രെങ്ത്, ഓപ്ഷൻ സി മെറ്റീരിയൽ കോഡ്, ഓപ്ഷൻ ഡി ടോളറൻസ്. അപ്പം പ്രോപ്പർട്ടി ക്ലാസ് ഇത്തരത്തിൽ ബോൾട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നട്ട് ബോൾട്ട് സ്ക്രൂസ് സ്റ്റഡുമായി ബന്ധപ്പെട്ട നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടി ക്ലാസ് പറയുന്നുണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് ഈ പറഞ്ഞ എക്സ് ഡോട്ട് വൈക്കകത്ത് എക്സ് എന്ന് പറയുന്ന നോമിനൽ ടെൻസൈൽ സ്ട്രെങ്തും വൈ എന്ന് പറഞ്ഞ എന്തായിരിക്കും അതിന്റെ yield സ്ട്രെസ്സും ആയിരിക്കും അല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റ് ഇവിടെ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈ പ്രോപ്പർട്ടി ക്ലാസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് IS 1367. ഒന്നാമത്തെ പോയിന്റ് IS 1367. അപ്പം നമ്മളൊരു നട്ട് ബോൾട്ട് സ്ക്രൂവുമായി ബന്ധപ്പെട്ട് ആ ഒരു സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടി ക്ലാസ് പറയുന്നുണ്ടാവും. ഈ പ്രോപ്പർട്ടി ക്ലാസ് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? IS 1367മായി ബന്ധപ്പെട്ടാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നോക്കി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് 2 വാല്യൂസ് അല്ലെങ്കിൽ 2 എന്താണ് ഒരു വാല്യൂ ഉണ്ടാകും. സോ അത്തരത്തിൽ ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് ഒരു പോയിന്റ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ആ ഒരു 2 വാല്യൂസ് വെക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഒരു 5.8 എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 5.8 എന്ന് പറഞ്ഞാൽ അവിടെ നോക്കി ആ ഒരു 5നെ നമ്മൾ എന്ത് ചെയ്യുക, 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ദാറ്റ് ഈസ് 500 Nm² ആണ് അതിന്റെ ആ ഒരു ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ഏതൊരു വാല്യൂ ആയിക്കോട്ടെ. അപ്പോൾ 7.9 ആണെന്നുണ്ടെങ്കിൽ ആ 7 × 100 ചെയ്യുക. അപ്പോൾ അവിടെ 700 Nm², 700 Nm², അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, മെഗാ പാസ്കൽ എന്ന് പറയാം, അല്ലെങ്കിൽ മെഗാ പാസ്കൽ. രണ്ടും ഒന്ന് തന്നെയാണ്. Nm² ആയിക്കോട്ടെ, അതുപോലെ തന്നെ മെഗാ പാസ്കൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ Nm², അല്ലെങ്കിൽ മെഗാ പാസ്കൽ എന്നോ നമുക്ക് പറയാം. അത് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഒന്ന് നോമിനൽ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. 2, ഇനി നമുക്ക് അതിന്റെ രണ്ടാമത്തെ പോയിന്റ് 5.8 ആണെന്നുണ്ടെങ്കിൽ അവിടെ 8 എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ലെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട് അല്ലെ. 8 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ 8 എന്ന് പറഞ്ഞ എന്താണ്, നമുക്ക് അതിനകത്തൂടെ നമുക്ക് yield stress ratio ഇല്ല. yield stress ratio എന്ന് പറയുമ്പോൾ 8 × 10 എന്ന് പറയുന്നത് 80%. ആ 80% എന്ന് പറയുന്നത് എന്തിന്റെയാണ്? നമ്മളുടെ ആ ഒരു നമ്മുടെ നോമിനൽ ടെൻസൈൽ സ്ട്രെങ്തിന്റെ 80% yield stress നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ളത്. സോ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എന്താണ്, സെക്കൻഡ് ഫിഗർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം സ്റ്റേറ്റ്സ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ലോവർ yield stress and the nominal tensile strength as percentage. The multiplication of these 2 figures will give the 1/10 of the yield stress in Nm². ഇത് Nm²ലേക്ക് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 80% of 500, ദാറ്റ് ഈസ് 400 Nm² ആയിരിക്കും അതിന്റെ yield സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ അത്ര വലിയ ഉള്ളിലേക്കൊന്നും പോയില്ലെങ്കിൽ തന്നെയും അത്യാവശ്യം 5.8 പ്രോപ്പർട്ടി ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാല്യൂസ് വന്നു കഴിഞ്ഞാൽ എന്താണ് 5 അല്ലെങ്കിൽ എന്താണ് 8, അല്ലെന്നുണ്ടെങ്കിൽ എത്രയാണ് അവിടെ yield stress റേഷ്യോ ഉദ്ദേശിക്കുന്നത്, അവിടെ കറസ്പോണ്ടിങ് yield stress എത്രയാണ്, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് നോമിനൽ ടെൻസൈൽ സ്ട്രെങ്ത് എത്രയാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ വേണം അത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. മറ്റൊരു ചോദ്യം ഇതാണ്, സ്ക്രൂ ഡ്രൈവേഴ്സ് ആർ സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ഡാഷ്. സ്ക്രൂ ഡ്രൈവേഴ്സ് ആർ സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ഡാഷ്. ലെങ്ത് ഓഫ് ദ ബ്ലേഡ്, വിഡ്ത്ത് ഓഫ് ദ ടിപ്പ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദി അബവ്. ബോത്ത് എ ആൻഡ് ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ബോത്ത് എ ആൻഡ് ബി ആണ് കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പം സ്ക്രൂ ഡ്രൈവർ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ബോത്ത്, ബ്ലേഡിന്റെ ലെങ്തും അതുപോലെ തന്നെ ടിപ്പ് അല്ലെ. ഇത്തരത്തിൽ ടിപ്പിന്റെ വിഡ്ത്തും കൂടിയാണ്. ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ടിപ്പ്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ലെങ്ത് ഓഫ് ദ ബ്ലേഡ് എന്ന് പറയുന്നത് ഇതാണ്, അതുപോലെ ടിപ്പിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണെന്നുള്ളത് ഓർത്തിരിക്കുക. സോ ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ക്രോസ് സെക്ഷൻ അത് സർക്കുലർ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്ക്രൂ ഡ്രൈവറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ്. സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ടിപ്പ്. നോർമൽ ബ്ലേഡ് ലെങ്ത് ഏകദേശം 45 മുതൽ 300 mm വരെ അവൈലബിൾ ആണ്. വിഡ്ത്ത് വന്നിട്ട് 3 മുതൽ
10 mm വരെ അവൈലബിൾ ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. സോ ബ്ലേഡ്സ് ഓഫ് സ്ക്രൂ ഡ്രൈവർ ആർ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ സ്റ്റീൽ ഓർ അലോയ് സ്റ്റീൽ ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്. ഇത്തരത്തിൽ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ അലോയ് സ്റ്റീൽ കൊണ്ടാണ് സാധാരണഗതിയിൽ സ്ക്രൂ ഡ്രൈവറിന്റെ ബ്ലേഡ് നിർമ്മിക്കുന്നുണ്ടാവുക. ഓക്കെ, ബ്ലേഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു പോർഷനാണ് ബ്ലേഡ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഈ ഒരു പോർഷൻ മൊത്തം നമുക്ക് നിർമ്മിക്കുന്നുണ്ടാവുക എന്താണ്, കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ അലോയ് സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കുന്നു. ഹാർഡൻഡ് ആണ്, ടെമ്പേർഡ് ആണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നോക്കാം. ചോദ്യം ഇതാണ്: മാക്സിമം ടൈറ്റനിങ് ടോർക്ക് റിക്വയർഡ് ഫോർ M10 നട്ട്. മാക്സിമം ടൈറ്റനിങ് ടോർക്ക് റിക്വയർഡ് ഫോർ M10 നട്ട്. അപ്പോൾ ഇത് 2.70 ന്യൂട്ടൺ മീറ്റർ, 5.40 ന്യൂട്ടൺ മീറ്റർ, 22 ന്യൂട്ടൺ മീറ്റർ, 44. മാക്സിമം ടൈറ്റനിങ് ടോർക്ക് റിക്വയർഡ് ഫോർ M10 നട്ട് 0.4 ന്യൂട്ടൺ മീറ്റർ അല്ലെ. സോ ഇത്തരത്തിൽ ടോർക്കാണ്, അതുകൊണ്ടാണ് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇവിടെ ഉത്തരം വരിക 44 ന്യൂട്ടൺ മീറ്റർ ആണ്. ഇവിടെ ഉത്തരം വരിക 44 ന്യൂട്ടൺ മീറ്റർ ആണ്. സോ അത് നമ്മളുടെ ഈ ഒരു ജസ്റ്റ് ഒരു ടേബിൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ അതിനകത്ത് ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ മാക്സിമം ടൈറ്റനിങ് ടോർക്ക് അവിടെ കറസ്പോണ്ടിങ് ഓരോ മെട്രിക് സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. M5, M4, M6, M8, M10 അത്യാവശ്യം ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ടോർക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. മാക്സിമം 2.70, 5.40, 9.50, M8 22 ന്യൂട്ടൺ മീറ്റർ, അതുപോലെ തന്നെ M10 44 ന്യൂട്ടൺ മീറ്റർ. ഈ ഒരു ടേബിൾ അതവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരുന്നാൽ മതി. ക്വസ്റ്റ്യൻ വന്നാൽ അത്യാവശ്യം ചോദിച്ചാൽ നമുക്ക് അത് വിട്ട് കളയരുത്. ഓക്കെ, സോ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ M10 ആവുമ്പോൾ 44 ആണ്, M8 22, M6 9.50, M5 5.40, and M4 2.70 എന്നുള്ളത് കൂടി നോക്കിയിരിക്കാം. ഓക്കെ, ഫൈൻ. സോ അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഇതാണ്: എ സ്ലോട്ട് ഈസ് കട്ട്. ഒരു സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഹാഫ് വേ അക്രോസ് ദ നട്ട്, പകുതിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ. ഹാഫ് വേ അക്രോസ് ദ നട്ട് ആൻഡ് സ്ക്രൂ, നട്ട് ആൻഡ് എ സ്ക്രൂ ഈസ് ഫിറ്റഡ് വിത്ത് എ ക്ലിയറൻസ്. അതിനകത്ത് നമ്മൾ എന്ത്, ഒരു സ്ക്രൂ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്ലോട്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്തു, നമ്മളുടെ ആ ഒരു നട്ടിന്റെ അക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തു. അതിനകത്തേക്ക് നമ്മൾ സ്ക്രൂ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിത്ത് എ ക്ലിയറൻസ് ഹോൾ ഓൺ ദ ടോപ്പ് പാർട്ട് ആൻഡ് മാച്ചിങ് ത്രെഡ് ഓൺ ദ ലോവർ പാർട്ട് ഓഫ് ദ നെറ്റ്. ഇത്തരത്തില് മുകളിൽ നിന്ന് താഴേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ടൈറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ മാച്ചിങ് പാർട്ടായിട്ട് തൊട്ട് താഴെ ആയിട്ടുള്ള പോർഷനിലുണ്ട്, ടോപ്പ് പോർഷനിലും ക്ലിയറൻസ് ഹോൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏത് തരത്തിലുള്ള ഒരു നട്ടിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഒരു സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും, ഹാഫ് വേ മാത്രമേ ഉള്ളൂ, പകുതിക്കേ ഉണ്ടാവുള്ളൂ. എക്രോസ് നട്ടാണ്, സ്ക്രൂ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് മുകളിലായിട്ട് ഒരു സ്ക്രൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നട്ടിന് മുകളിലായിട്ട് തന്നെ ഒരു സ്ക്രൂ, ചെറിയ സ്ക്രൂ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള നട്ടിനെ എന്താ വിളിക്കുക? ഓപ്ഷൻ സി, സോൺ നട്ട് അല്ലെങ്കിൽ വിൽസ് നട്ട്. കറക്റ്റ് ആണ്, ഇത് രണ്ടും കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് സോൺ നട്ട് അല്ലെങ്കിൽ വിൽസ് നട്ട്. അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഈ സോൺ നട്ടൊക്കെ. അപ്പോൾ സോൺ നട്ട് അല്ലെങ്കിൽ വിൽസ് നട്ട് അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി. ഇവിടെ ഉത്തരം എന്താ വരിക? ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു സോൺ അല്ലെങ്കിൽ വിൽസ് നട്ട് നമ്മളുടെ ഒരു മനസ്സിലേക്ക് വരിക, ആ ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി, ബാക്കി എല്ലാം അതിനകത്തുണ്ട്. എന്താണ്, ഇത്തരത്തിൽ പകുതിക്ക് സ്ലോട്ട് കട്ട് ചെയ്തു, അതിനകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഈ ചിത്രത്തിൽ ക്രോസ് സെക്ഷൻ വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത്തരത്തിലുള്ള ക്ലിയറൻസോട് കൂടിയിട്ടുള്ള ആ ഒരു സ്ലോട്ടും അതുപോലെ താഴത്തെ പോർഷനിൽ ബാക്കി ത്രെഡഡ് പോർഷൻ ആയിട്ടുള്ള പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് പകുതിക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലോട്ടുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നെട്ടാണ് വിൽസ് അല്ലെങ്കിൽ സോൺ നെട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന രീതിയിൽ അതിനകത്തൊരു ടൈറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ആ ഒരു ലോക്കിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നട്ടിനൊരു പോസിറ്റീവ് ലോക്കിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് സ്ലിപ്പായി പോവാതെ നമുക്ക് കൃത്യമായിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു എന്ത് കൊടുക്കുന്നുണ്ടാവുക, ആ ഒരു ചെറിയൊരു സ്ക്രൂ നമ്മൾ അതിനകത്തേക്ക് കൊടുക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി.